ഹായ് ഹലോ എല്ലാവർക്കും എൻട്രി കോമേഴ്സിലെ മറ്റൊരു അക്കൗണ്ടിംഗ് ക്ലാസ്സിലേക്ക് സ്വാഗതം. മൈസെൽഫ് മുഹമ്മദ് അഷ്ഫാഖ്, എൻട്രി കോമേഴ്സിലെ ലീഡ് മെൻറ്ററാണ്. സോ നിങ്ങളുടെ പബ്ലിക് എക്സാം ഒക്കെ വരാൻ പോവാണ്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് ലെഡ്ജേഴ്സ് അല്ല ജേണൽ എൻട്രീസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് പഠിച്ചായിരുന്നു. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യുക. സോ ഫസ്റ്റ് വീഡിയോ ആയിട്ടുള്ള ജേണൽ എൻട്രി നിങ്ങൾ നോക്കി പഠിച്ചതിന് ശേഷം ലെഡ്ജറിലേക്ക് വരാം. എങ്ങനെയാണ് ലെഡ്ജേഴ്സ് സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് ഞാൻ പഠിപ്പിച്ചുതരാം. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് തന്നെ ലെഡ്ജർ എന്താണെന്നുള്ളത് നോക്കാം. നമുക്കിപ്പോൾ ജേണലിൽ കുറേ അക്കൗണ്ട്സ് ഉണ്ടല്ലേ, ക്യാഷ്, റെൻറ്റ്, ക്യാപിറ്റൽ, അങ്ങനെ കുറേ അക്കൗണ്ട്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. സോ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ബാലൻസ് നോക്കുന്നതാണ് എന്ത് ലെഡ്ജേഴ്സ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ക്യാഷ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ക്യാഷ് എത്ര ബാലൻസ് വന്നു, ഇപ്പോൾ റെൻറ്റ് കൊടുത്തെങ്കിൽ റെൻറ്റ് എത്ര നമ്മൾ ടോട്ടൽ കൊടുത്തു എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള അക്കൗണ്ടാണ് ലെഡ്ജർ അക്കൗണ്ട്സ്. സോ അതിൻ്റെ ഒരു ഫോർമാറ്റ് നമുക്കിവിടെ നോക്കാം. സോ ഇതിന് രണ്ട് സൈഡാണോ ഉള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇത്രയും ഈ ഒരു സെൻറ്റർ വരെ പോയിൻ്റ് ഉള്ളതാണ് ഡെബിറ്റ് സൈഡ് എന്ന് പറയും. ഓക്കെ, ദെൻ ഇത് കഴിഞ്ഞിട്ട് തന്നെയാണ് ക്രെഡിറ്റ് സൈഡ്, നേരെ ഓപ്പോസിറ്റ് ഇപ്പുറത്ത് ഇത്രയും സൈഡ്. ഓക്കെ, സോ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും നമുക്കുണ്ട്. സോ ഇതിൻ്റെ ഉള്ളിൽ വന്നത് ഫസ്റ്റ് തന്നെ ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ജേണൽ ഫോളിയോ, എമൗണ്ട്. ജേണൽ ഫോളിയോ മീൻസ് നമ്മുടെ ജേണലിൻ്റെ പേജ് നമ്പേഴ്സ് കൊടുക്കാനായിട്ടുള്ളത്, എമൗണ്ട് കൊടുക്കുക. ദെൻ സെയിം പോലെ തന്നെയാണ് ക്രെഡിറ്റ് സൈഡിലുള്ളത്, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ജേണൽ ഫോളിയോ, എമൗണ്ട്. ഓക്കെ അല്ലേ. സോ ഇതാണ് ഇതിൻ്റെ ഫോർമാറ്റ് വരാം. സോ നമുക്കിത് എങ്ങനെയാണെന്നുള്ളത് പ്രാക്ടിക്കൽസ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ എന്തായാലും ഈ ഫോർമാറ്റിങ്ങിൽ നിങ്ങൾ പഠിച്ചു വെക്കുക. സോ ഫോർമാറ്റിങ്ങിൽ വരച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ദെൻ നമുക്കിവിടെ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. സോ നമ്മൾ ഇന്ന് ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്, ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ എങ്ങനെയാണ് ജേണൽ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയില്ലേ. സോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ ചെയ്യാന്നുള്ളത് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സിമ്പിളായിട്ട് മനസ്സിലാകും. ഓക്കെ, സോ ഇതിൻ്റെ ജേണൽ എൻട്രീസ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഫസ്റ്റത്തെ എൻ്റെ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്, പിന്നെ പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്, പിന്നെ പെയ്ഡ് ഇലക്ട്രിസിറ്റി, ക്യാഷ് സെയിൽസ്, റെൻറ്റ് പെയ്ഡ്, പിന്നെ കമ്മീഷൻ റിസീവ്ഡ്. ഇത്ര നമുക്കിവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യണമെന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇനി ഇതിൻ്റെ ലെഡ്ജേഴ്സ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വന്നേക്കുന്നതാണ് ക്യാഷ് അക്കൗണ്ടിൻ്റെ ലെഡ്ജറാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മളിവിടെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്, ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും. ജേണൽ ഫോളിയോ ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. ദെൻ നമുക്കിവിടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ എല്ലാത്തിൻ്റെയും ഞാൻ ക്യാഷിൻ്റെ ട്രാൻസാക്ഷൻസാണ് കൊടുത്തേക്കുന്നത്. സോ ക്യാഷിൻ്റെ ലെഡ്ജർ അല്ലേ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ അവിടെ ക്യാഷിൻ്റെ ട്രാൻസാക്ഷൻസാണ് കൊടുത്തേക്കുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും മാറിപ്പോകരുത്. ലെഫ്റ്റ് സൈഡ് വന്നത് ഡെബിറ്റ്, റൈറ്റ് സൈഡ് വന്നത് ക്രെഡിറ്റ് സൈഡ്. ഓക്കെ, സോ ഇവിടെ ഒരു സിമ്പിൾ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇത്രയും വിചാരിച്ചാൽ മതി. ഇവിടെ 2 ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം, ഇവിടെ ബൈന്നും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. അതെന്തിനാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. 2ഉം ബൈയും രണ്ടും മാറിപ്പോയാൽ നമ്മുടെ തെറ്റും. സോ ഇവിടെ ഒരു ട്രാൻസാക്ഷനിൽ ഫസ്റ്റത്തെ ഡെബിറ്റ് സൈഡിൽ ഇവിടെ വരുന്നത് ബൈ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ അല്ലേ. ഇവിടെ പർച്ചേസ് അക്കൗണ്ട് ബൈ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്, ഇവിടെയും ബൈ ക്യാഷ്, ബൈ റെൻറ്റ്, ബൈ ക്യാഷ്. ഓക്കെ, സോ ഡെബിറ്റ് സൈഡിൻ്റെ മുമ്പിൽ ബൈയും ക്രെഡിറ്റ് സൈഡിൻ്റെ മുമ്പിൽ 2 ആണ്. ഓക്കെ, നിങ്ങൾ ഇത്രയും സിമ്പിളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ, സിമ്പിൾ ട്രിക്കാണ് ഞാൻ പറയുന്നത്. ഒരു ക്യാഷ് അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ഏത് അക്കൗണ്ടാണോ ക്രിയേറ്റ് ചെയ്യണമെന്നുള്ളത് ആദ്യം നോക്കുക. ഇവിടെ ഞാൻ ക്യാഷ് അക്കൗണ്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ 2ഉം ബൈയും നമ്മൾ പഠിച്ച്. ഈ ക്യാഷ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ക്യാഷിൻ്റെ ഒപ്പം വന്നേക്കുന്നത് ഇതാ 2 ക്യാപിറ്റലാണ് വന്നേക്കണേ. ക്യാഷ് എഴുതണോ വേണ്ട, ക്യാഷ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ക്യാഷ് എഴുതണ്ട. നമ്മളവിടെ എന്ത് ചെയ്യണം, ക്യാഷ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനൊപ്പം വന്നിട്ടുള്ളത് നോക്കാം, 2 ക്യാപിറ്റൽ. അപ്പോൾ നമ്മൾ ഇവിടെ എവിടെയാണ് കൊടുത്തത്, 2 ഇവിടെ അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം, 2 ക്യാപിറ്റൽ. കാരണം എന്താ, ക്യാഷിൻ്റെ ഒപ്പം വന്നേക്കുന്നത് 2 ക്യാപിറ്റൽ ബൈ ക്യാഷ് 2 ക്യാപിറ്റൽ. എമൗണ്ട് എത്രയാ, 50,000. സോ എമൗണ്ട് 50,000. ഓക്കെ അല്ലേ. ഡെബിറ്റ് സൈഡിൽ എഴുതാം. സിമ്പിൾ ട്രിക്കാണ് ഞാൻ പറഞ്ഞു തരണേ. ഇനി അതെഴുതി ക്യാഷിൻ്റെ ഒപ്പം 2 ക്യാപിറ്റൽ വന്ന് നെക്സ്റ്റും കൂടി ഒരു ഇത്രയും നിങ്ങൾ നോക്കി കഴിയുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് ലെഡ്ജർ എഴുതാനായിട്ട് സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി നെക്സ്റ്റ് നോക്കുമ്പോൾ 2 ക്യാഷാണ് വന്നേക്കുന്നത്. ക്യാഷ് എഴുതണോ വേണ്ട, ക്യാഷ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ക്യാഷ് എഴുതണ്ട. ക്യാഷിൻ്റെ ഒപ്പം ഏതാ വന്നേക്കണേ, ബൈ പർച്ചേസ്. അപ്പോൾ ഏത് സൈഡിൽ എഴുതണ്ടേ, ഇവിടെയല്ലേ നമ്മൾ ബൈ പറഞ്ഞേ. അപ്പോൾ ഇവിടെ ഡേറ്റ് ഉണ്ടെങ്കിൽ ഡേറ്റ് കൊടുക്കാം, ബൈ പർച്ചേസ്. എമൗണ്ട് എത്രയാ, 10,000. ഓക്കെ അല്ലേ. സോ ഏത് സൈഡിലേക്ക് എങ്ങനെ എഴുതണം എന്നുള്ള കൺഫ്യൂഷൻ മാറിയില്ല. എല്ലാവർക്കും ഡൗട്ടുള്ളതാണ്, ലെഫ്റ്റ് എഴുതണോ റൈറ്റ് എഴുതണോ, ഡെബിറ്റ് എഴുതണോ ക്രെഡിറ്റിൽ എഴുതണോ എന്നുള്ളത്. ഓക്കെ, സോ
ഇനി അടുത്തത് നോക്കിയാൽ മതി, ഇലക്ട്രിസിറ്റി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അല്ലേ വന്നേക്കുന്നത്. സോ ക്യാഷിൻ്റെ ഒപ്പം വന്നേക്കുന്നത് ബൈ ഇലക്ട്രിസിറ്റി, ദെൻ ബൈ ഇലക്ട്രിസിറ്റി. അതിൻ്റെ എമൗണ്ട് വന്നേക്കുന്നത് 1500. ഓക്കെ, ദെൻ അതും കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് വന്നതാണ് ബൈ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്. ബൈ ക്യാഷ് ടു സെയിൽസാണ് വന്നേക്കുന്നത്. സോ ടുവിൻ്റെ സൈഡിലാണ് നമ്മൾ സെയിൽസ് എഴുതേണ്ടത്. ടു സെയിൽസ്, അതിൻ്റെ എമൗണ്ട് 12,000. ഓക്കെ അല്ലേ. നെക്സ്റ്റ് വന്നതാണ് റെൻ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ബൈ റെൻ്റ് ആണ്, ക്യാഷിൻ്റെ ഒപ്പം വന്നേക്കുന്നത് ബൈ റെൻ്റ്. സോ ബൈ റെൻ്റ്, എമൗണ്ട് വന്നേക്കുന്നത് നമുക്ക് 5,000. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആയില്ല. ലാസ്റ്റ് വന്നും കൂടി ഉണ്ട്, ബൈ ക്യാഷ് അക്കൗണ്ട് ടു കമ്മീഷൻ റിസീവ്ഡ്. കമ്മീഷൻ റിസീവ്ഡ് ആണ്, കമ്മീഷൻ എന്ന് മാത്രം എഴുതരുത്, മാക്സിമം കമ്മീഷൻ റിസീവ്ഡ് തന്നെ എഴുതാം റിസീവ്ഡ് ആണെന്നുണ്ടെങ്കിൽ. സോ അവിടെ ടു കമ്മീഷൻ റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്. ഓക്കെ, സോ അതിൻ്റെ എമൗണ്ട് 3,000. ഓക്കെ, സോ എവിടെയൊക്കെയാണ്, ഏത് സൈഡിലാണ്, ഡെബിറ്റ് സൈഡാണോ ക്രെഡിറ്റ് സൈഡാണോ എഴുതേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ഐഡിയ കിട്ടിയില്ലേ. ജസ്റ്റ് ഈ ഒരു ട്രിക്ക് നോക്കിയാൽ മതി. ഈ സൈഡിൽ 2ഉം ഈ സൈഡിൽ ബൈ എഴുതിയിട്ട് നിങ്ങൾ ഏത് അക്കൗണ്ടാണോ ക്രിയേറ്റ് ചെയ്യുന്നത് ആ അക്കൗണ്ടിൻ്റെ ഒപ്പം വന്നിട്ടുള്ള അക്കൗണ്ടിൻ്റെ ഫ്രണ്ടിൽ ഏതാണെന്ന് നോക്കാം. ക്യാഷിൻ്റെ ഒപ്പം 2 വന്ന കാരണം അവിടെ 2 സൈഡിൽ എഴുതി, ഇവിടെ വന്നായിരുന്നു അവിടെ ബൈൻ്റെ എഴുതി. നമുക്കത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാലോ. ഫസ്റ്റത്തെ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ, ഇവിടെ നോക്കി നോക്കിയേ, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ. ഇനി അടുത്തത് പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്, പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ആണ് വന്നേക്കുന്നത്. ഇനി നെക്സ്റ്റ് ഇലക്ട്രിസിറ്റി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്, ദെൻ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്. ഓക്കെ അല്ലേ. സോ ഈ 2 സൈഡും ബൈ സൈഡും ജസ്റ്റ് നോക്കാം. ഈ 2ഉം ബൈയും എക്സാമിന് എഴുതി വെക്കണം എന്നില്ല, ജസ്റ്റ് നിങ്ങളൊന്ന് പെൻസിൽ വെച്ചൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ട് ബാക്കി ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് പോയാൽ മതി. ഓക്കെ, സോ ഇതുകൊണ്ട് നമ്മുടെ ലെഡ്ജർ ക്രിയേഷൻ കഴിഞ്ഞാൽ ഇല്ല, നമ്മളിവിടെ ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെയും നെയിമും എമൗണ്ട് എല്ലാം ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന് എന്ത് ചെയ്യണം, ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യാണ്ട് നമുക്ക് അവിടെ കംപ്ലീറ്റ് ആവില്ല. സോ ഇനി നമുക്കിവിടെ ബാലൻസ് ചെയ്യാൻ ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് ഏത് സൈഡിലാണ്, ഡെബിറ്റ് സൈഡിലാണോ ക്രെഡിറ്റ് സൈഡിലാണോ ഏറ്റവും കൂടുതൽ എമൗണ്ട് ഉള്ളതെന്ന് നോക്കണം. ഓക്കെ, സോ ഇവിടെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി എന്താ, ഈ ഡെബിറ്റ് സൈഡിലാണ് കൂടുതൽ എമൗണ്ട്. കാരണം ഇവിടെ 50,000 അവിടെ ഒറ്റയടിക്ക് തന്നെ 50,000 വന്നിട്ടുണ്ട്. ദെൻ ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ ഇവിടെ ആയിരിക്കും കൂടുതൽ വരാം, ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ ആ സൈഡായിരിക്കും വരാം. സോ ഞാനിവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ 15, 62, 65, 65,000 ആണ് ഇവിടെ വന്നേക്കുന്നത് അല്ലേ. ഏറ്റവും കൂടിയ എമൗണ്ട് 65,000 ആണ് വന്നേക്കുന്നത്. ദെൻ ഈ സൈഡിനെ കൂടി നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം, ഈ സെയിം എമൗണ്ട് ഏത് സൈഡിലാണോ എമൗണ്ട് കൂടുതലുള്ളത് ആ എമൗണ്ട് തന്നെ 2 സൈഡിലേക്ക് എഴുതാം. ഇപ്പോൾ ഈ സൈഡ് എനിക്ക് എമൗണ്ട് കൂടുതൽ വന്ന കാരണം ഈ സൈഡിലേക്ക് ഞാൻ സെയിം എമൗണ്ട് എഴുതി 65,000. ഓക്കെ, സോ 65,000 ആണ് എനിക്ക് ഈ സൈഡിൽ വന്നത്. ഇപ്പോൾ ഈ സൈഡായിരുന്നു കൂടുതലെങ്കിലും അതിൻ്റെ ടോട്ടൽ എടുത്ത് ഞാൻ ഇവിടേക്ക് എഴുതും, എന്നിട്ടാണ് നമുക്ക് ബാലൻസ് ചെയ്യേണ്ടത്. ഇപ്പോൾ 2 സൈഡും ഈക്വലായി, പക്ഷെ അത് ബാലൻസ് ആയിട്ടുണ്ടോ ഇല്ല. കാരണം എന്താ, ഇവിടെ കൂട്ടുമ്പോൾ എനിക്ക് 65,000 കിട്ടി, ഇവിടെ കൂട്ടുമ്പോൾ എനിക്ക് 65 കിട്ടുന്നുണ്ടോ ഇല്ല. ഇവിടെ കൂട്ടുമ്പോൾ എത്ര പറഞ്ഞോളൂ, 10,000, 5,000ഉം 15,000, ദെൻ 16,500 മാത്രമേ എനിക്ക് അവിടെ കിട്ടുന്നുള്ളൂ. ബാലൻസ് എവിടെ, ബാലൻസ് അവിടെ വന്നിട്ടില്ല. സോ ഞാൻ അവിടെ എന്ത് ചെയ്യണം, ബാലൻസ് ചെയ്യണം. ഓക്കെ, സോ നമുക്ക് 2 സൈഡ് കൂട്ടുമ്പോഴും 65,000 വരണം, പക്ഷേ ഈ സൈഡ് കൂട്ടുമ്പോൾ മാത്രമാണ് നമുക്ക് ഇവിടെ 65,000 വരണുള്ളൂ. ഈ സൈഡ് കൂട്ടുമ്പോൾ നമുക്ക് എത്രയാണ് വരണുള്ളൂ, 16,500 ആണ് വരുന്നത്. സോ നമുക്ക് ഈ സൈഡ് കൂട്ടുമ്പോഴും 65,000 നമുക്ക് അവിടെ വരണോ അല്ലേ. സോ ഇവിടെ നമുക്ക് 65,000 വരുന്നില്ല, ഇവിടെ നമുക്ക് ആകെ 16,500 വരുന്നുള്ളൂ. സോ എന്ത് ചെയ്യണം, ഇവിടെ വരുന്ന ഡിഫറൻസ് എമൗണ്ട് 65,000 നിന്ന് ഇത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വരുന്ന ഡിഫറൻസ് എമൗണ്ട് എത്രയാണ്, 48,500. ഈ എമൗണ്ട് ആയിരിക്കും വരാം. ഇപ്പോൾ നമുക്കിതെല്ലാം കൂടി കൂട്ടുമ്പോൾ ഇവിടെ വരില്ലേ. സോ ഇവിടെ ജസ്റ്റ് ആ ഒരു എമൗണ്ട് മാത്രം എഴുതിയിട്ടിട്ട് കാര്യമില്ല, നമ്മൾ അവിടെ ഒരു സാധനം പഠിച്ചിരുന്ന എന്താ, ബാലൻസ് ക്യാരി ഡൗൺ, ഓർമ്മയുണ്ടോ. സോ ഇവിടെ ബാലൻസ് ക്യാരി ഡൗൺ, സോ ബാലൻസ് ക്യാരി ഡൗൺ ചെയ്ത് കൊടുക്കണം. ഏത് സൈഡിലാണോ ഏറ്റവും കുറവ്, ഇതിപ്പോൾ ബാലൻസ് ക്യാരി ഡൗൺ ഈ സൈഡ് മാത്രമല്ല വരാം, ഇവിടെ ആയിരുന്നു കുറവെങ്കിലും നമ്മൾ അവിടെ എന്ത് ചെയ്യും, എത്ര എമൗണ്ട് ആണോ ഡിഫറൻസ് വന്ന് അത് എഴുതിയിട്ട് അവിടെ ബാലൻസ് ക്യാരി ഡൗൺ ചെയ്യും. സോ ഇവിടെ ബാലൻസ് ക്യാരി ഡൗൺ ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ സൈഡെല്ലാം കൂട്ടുമ്പോൾ എത്രയായി, 48,500, 5,000, 1,500, 10,000 കൂടി കൂട്ടുമ്പോൾ നമുക്ക് അവിടെ 65,000 അവിടെ കിട്ടി.
ഓക്കെ, സോ ഇതാണ് ബാലൻസ് എമൗണ്ട് ആയിട്ട് വന്നത്. എത്ര ബാലൻസ് ക്യാരി ഡൗണും പറഞ്ഞ് 48,500. അതാണ് ക്യാഷിൻ്റെ ബാലൻസ് ആയിട്ട് വന്നത്. ഇനി ഈ ബാലൻസ് മാത്രം ചെയ്താൽ മതിയോ? നിങ്ങൾ വേറെ ഒരെണ്ണം കൂടി കേട്ടിട്ടുണ്ടാവും, ബാലൻസ് ബ്രോഡ് ഡൗൺ. അതെങ്ങനെയാണ് ചെയ്യണേ? ഈ സൈഡാണ് നിങ്ങൾക്ക് ബാലൻസ് ക്യാരി ഡൗൺ വന്നെങ്കിൽ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ എമൗണ്ടിൻ്റെ താഴെ ബാലൻസ് ബ്രോഡ് ഡൗൺ, ആ സെയിം എമൗണ്ട് ഇവിടെയും എടുത്ത് എഴുതാം. ഓക്കെ, സോ 48,500. ഇവിടെ ബാലൻസ് ക്യാരി ഡൗൺ ആയിട്ട് 48,500 വന്നപ്പോൾ ഇവിടെ ബാലൻസ് ബ്രോ ഡൗൺ ആയിട്ട് നമ്മൾ 48,500 വരണം. ഈ സൈഡ് കൂട്ടുമ്പോഴും നമുക്ക് എന്ത് കിട്ടി? 65,000 കിട്ടി. ഈ സൈഡ് കൂട്ടുമ്പോഴും 65,000 കിട്ടി. നമ്മൾ ബാലൻസ് ആയിട്ട് എങ്ങനെ എഴുതി? ബാലൻസ് ക്യാരി ഡൗൺ 48,500, ബാലൻസ് ബ്രോ ഡൗൺ നമുക്ക് എങ്ങനെ വന്നു? 48,500. ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും നോക്കിയിട്ടല്ല ക്യാരി ഡൗണും ബ്രോ ഡൗണും മാറണേ. ഏത് സൈഡിലാണോ കുറവുള്ളത് അവിടെ ഫസ്റ്റ് ടോട്ടൽ എമൗണ്ടിൻ്റെ മുകളിലായിട്ട് ബാലൻസ് ക്യാരി ഡൗൺ വരും. ഏത് സൈഡാണോ എന്നിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ടോട്ടൽ എമൗണ്ടിൻ്റെ താഴെയായിട്ട് ബാലൻസ് ബ്രോ ഡൗണും വരും. സോ ക്യാഷിൻ്റെ ബാലൻസ് വന്നത് നമുക്ക് എത്രയാണ്? ടോട്ടൽ നമുക്ക് ഡെബിറ്റ് സൈഡിൽ 48,500 റുപ്പീസ് നമ്മുടെ ക്യാഷ് നമ്മുടെ കമ്പനിയിൽ ബാലൻസ് ഉണ്ട്. ഓക്കെ, സോ ഇങ്ങനെയാണ് ക്യാഷിൻ്റെ ട്രാൻസാക്ഷൻ ചെയ്യണം. ഇവിടെ കുറേ ട്രാൻസാക്ഷൻ ഉള്ളവരുടെ ഇങ്ങനെ വന്നു. ഇനി ഒരൊറ്റ ട്രാൻസാക്ഷൻ ഉള്ളെങ്കിൽ എങ്ങനെ ചെയ്യണം? നമുക്ക് അതും കൂടി ഒന്ന് നോക്കാം. ഓക്കെ, സോ ഇവിടെ ക്യാപിറ്റലിലെ ലെഡ്ജറും നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ ജേണൽ എൻട്രിയിൽ നമുക്ക് ഏതൊക്കെ ലെഡ്ജേഴ്സ് വന്നിട്ടുണ്ടോ, ഇവിടെ ജേണൽ എൻട്രിയിൽ എനിക്കിപ്പോൾ ഏതൊക്കെ വന്നിട്ടുണ്ട്? ക്യാഷ് വന്നിട്ടുണ്ട്. ക്യാഷിനെ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തു. ക്യാപിറ്റലിൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു. പർച്ചേസിനെ ക്രിയേറ്റ് ചെയ്യണം. ഇലക്ട്രിസിറ്റി, സെയിൽസ്, റെൻറ്റ്, കമ്മീഷൻ റിസീവ്ഡ്, എല്ലാത്തിൻ്റെയും ലെഡ്ജേഴ്സ് നമ്മൾ ഇതേപോലെ തന്നെ ക്രിയേറ്റ് ചെയ്യണം. സോ ഇവിടെ എല്ലാത്തിൻ്റെയും ക്രിയേറ്റ് ചെയ്ത് കാണിക്കാൻ ടൈമില്ലാത്ത കാരണം ഞാൻ ഇപ്പോൾ ഒരെണ്ണം കൂടി ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. യെസ്, ക്യാപിറ്റലിനെ കൂടി ക്രിയേറ്റ് ചെയ്യാം. ക്യാപിറ്റലിൽ നമുക്ക് ആകെ ഒരു ട്രാൻസാക്ഷനെ വന്നോളൂ, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ. ഓക്കെ, സോ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ വന്ന കാരണം ബൈ ക്യാഷ് ആണല്ലേ, ബൈ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ. ഇവിടെ ഒരു സൈഡ് മാത്രമേ എമൗണ്ട് ഉള്ളൂ. സോ ഈ സൈഡ് നമുക്ക് ബാലൻസ് ഒന്നുമില്ല, എമൗണ്ട് ഒന്നുമില്ല. സോ ഇവിടെ ബാലൻസ് ചെയ്യുമ്പോൾ എത്രയായി? ടോട്ടൽ അല്ലാതെ എഴുതിയേ. സോ ഇവിടെ 15,000 ആണ് ഏറ്റവും വലുത്. ഇവിടെ എഴുതി സെയിം എമൗണ്ട് തന്നെ ഇവിടെയും 50,000 എഴുതാം. അതവിടെ ബാലൻസായി. ഓക്കെ, സോ ഇവിടെ ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു എമൗണ്ട് ഇല്ലാണ്ട് ഇവിടെ ബാലൻസ് ആക്കാൻ പറ്റില്ല. ഇവിടെ അപ്പോൾ എന്ത് ചെയ്ത് കൊടുക്കണം? ക്യാരി ഡൗൺ ആണോ ബ്രോ ഡൗൺ ആണോ? എമൗണ്ടിൻ്റെ മുകളിലായിട്ട് ബാലൻസ് എഴുതുമ്പോൾ ക്യാരി ഡൗൺ. ഓക്കെ അല്ലേ? സോ ഇവിടെ ബാലൻസ് ക്യാരി ഡൗൺ എത്ര എമൗണ്ട് വരും? 50,000. വേറെ എമൗണ്ട് ഒന്നും ഇവിടെ ഇല്ലാത്ത കാരണം ഇവിടെ 50,000 തന്നെ വരും. ഇനി ഈ എമൗണ്ട് ക്യാരി ഡൗൺ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം? ബ്രോഡ് ഡൗൺ ചെയ്ത് കൊടുക്കണം. ബാലൻസ് ബ്രോഡ് ഡൗൺ എത്ര എമൗണ്ട്? 50,000. സോ ക്യാപിറ്റലിൻ്റെ ബാലൻസ് നമുക്ക് വന്നത് എത്രയാ? 50,000 ആണ് ബാലൻസ് വന്നത്. ഓക്കെ അല്ലേ? അതും മനസ്സിലായില്ലേ? ഇനി ബാലൻസ് ഇല്ലാത്ത ഏതെങ്കിലും ഒരു അക്കൗണ്ട് കൂടി വരുമെന്ന് നമുക്ക് നോക്കിയാലോ. നമുക്ക് രണ്ട് സൈഡും ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും സെയിം ആയിട്ട്. ഇവിടെ നമുക്കിപ്പോൾ ക്രെഡിറ്റ് സൈഡ് കൂടുതലുണ്ട്, ഡെബിറ്റ് സൈഡ് ഒന്നും ഉണ്ടായില്ല. പക്ഷേ ഇനി രണ്ട് സൈഡും കൂടി ഈക്വൽ ആയിട്ട് ഒരെണ്ണം വന്നതിന് എന്ത് ചെയ്യും? നമുക്ക് നോക്കാം. യെസ്, ഇവിടെ കണ്ടോ, ഒരു എക്സാമ്പിളായിട്ട് ഞാൻ കൊടുത്തേക്കാണ്. ABC എന്ന് പറയുന്ന ഒരാളുടെ അക്കൗണ്ടാണിത്. ഇവിടെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, ബൈ പർച്ചേസ് 5,000 ചെയ്തിട്ടുണ്ട്, ടു ക്യാഷ് 5,000 ചെയ്തിട്ടുണ്ട്. ഞാൻ പർച്ചേസ് ചെയ്ത് 5,000 അതിന് എമൗണ്ടും കൊടുത്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ ബാലൻസ് ഒന്നുമില്ല, കൊടുക്കാനുമില്ല കിട്ടാനുമില്ല. സോ അവിടെ ഇനി വേറെ ബാലൻസ് ക്യാരി ഡൗണും ബ്രോ ഡൗണും കൊടുത്ത് ചെയ്യണോ? വേണ്ട, രണ്ട് സൈഡും ബാലൻസ് ആയി. അപ്പോൾ അവിടെ ഡെബിറ്റ് സൈഡും ഇല്ല, ഡെബിറ്റ് ബാലൻസും ഇല്ല, ക്രെഡിറ്റ് ബാലൻസും ഇല്ല. സോ ജസ്റ്റ് അവിടെ എന്ത് മാത്രം ചെയ്താൽ മതി? ഇങ്ങനെ എഴുതിയിട്ട് എമൗണ്ട് മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. സോ ഈ അക്കൗണ്ട് ഇവിടെ ഫുള്ളായിട്ട് ക്ലോസ് ആയിട്ടുണ്ട്, കൊടുക്കാനുമില്ല കിട്ടാനുമില്ല. സോ ഇനി നമ്മളിത് വേറെ ട്രയൽ ബാലൻസിലേക്കോ OPNലേക്കോ ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ അതവിടെ ഫുള്ള് ക്ലോസ് ആയിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് 3 ടൈപ്പ് ഓഫ് ലെഡ്ജേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഏതെങ്കിലും ഒരു ലെഡ്ജേഴ്സിനെ നിങ്ങൾക്ക് ചെയ്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അതും കൂടി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, സോ ലെഡ്ജേഴ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ കിട്ടിയില്ലേ? എപ്പോഴും എന്ത് നോക്കാം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ട്രിക്ക് നോക്കിയാൽ മതി. എങ്ങനെയായിരുന്നു? ഇവിടെ 2ഉം ഇവിടെ ബൈയും നോക്കാം. എന്നിട്ട് ആ ഒരു ജേണൽ എൻട്രി ആദ്യം എഴുതി, ഒന്നില്ലെങ്കിൽ എഴുതി വെക്കാം ആദ്യം. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് ഇവിടെ 2 വരുമ്പോൾ ബൈ, ക്യാഷിൻ്റെ അവിടെ ബൈ വരുമ്പോൾ 2 ക്യാപിറ്റൽ, 2ൻ്റെ അവിടെ എഴുതിയാൽ മതി. ബൈ ആണെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ എഴുതിയാൽ മതി. ഇതിൻ്റെ എമൗണ്ടിൻ്റെ മുകളിൽ വന്നത് ക്യാരി ഡൗൺ, എമൗണ്ടിൻ്റെ താഴെ വരുന്നത്, ടോട്ടൽ എമൗണ്ടിൻ്റെ താഴെ വരുന്നത് ബ്രോഡ് ഡൗൺ. ഓക്കെ അല്ലേ? സോ ലെഡ്ജർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യണമെന്ന് മനസ്സിലായില്ലേ?
സോ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എങ്ങനെയാണ് ട്രയൽ ബാലൻസും ബാലൻസ് ഷീറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യണമെന്നുള്ളത് പഠിക്കാം. ലെഡ്ജറിൻ്റെ ജേണലിൽ ഓൾറെഡി ഒരു വീഡിയോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കമൻറ്റ് ചെയ്താൽ മതി. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു.